ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെയിൻ സീരീസിലേക്ക് സ്വാഗതം. മെം സീരീസ് കൊണ്ടുള്ള ഉദ്ദേശം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സബ്ജക്റ്റുകൾ PSC പരീക്ഷകളിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഈ 3 ഏരിയകളിലെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെയധികം സമയബന്ധിതമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സീരീസ് ആണ് മെം സീരീസ്. ഇതിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ ഡിഗ്രി നിലവാരത്തിലുള്ള പ്രിലിംസ് പരീക്ഷയിലെ 2024 ചോദ്യമാണ്. കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട് 038. സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവര് ഇതിനു മുന്നേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഏരിയസിൽ മെം സീരീസ് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിലെ 8ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ കൂടി കാണാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഹാജാസ് ക്ലാസ്സസിലെ യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ക്വിക്ക്ലി എന്ന് പറയുന്ന വേർഡ് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെടുന്നു? ക്വിക്ക്ലി പാർട്സ് ഓഫ് സ്പീച്ച് പ്രധാനമായിട്ടും 8 എണ്ണമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ചില സ്ഥലങ്ങളിൽ 9 എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള അഭിപ്രായം 8 തന്നെയാണ് കേട്ടോ. 8 തന്നെയാണ്. 9 എന്ന് പറയുന്ന ആളുകൾ ആർട്ടിക്കിൾ കൂടി ചേർത്ത് 9 എന്ന് പറയാറുണ്ട്. പക്ഷെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. അതിലെ 4 എണ്ണമാണ് നൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, അഡ്വേർബ്. ആദ്യത്തെ 4 എണ്ണം പ്രൊനൗൺ കൂടി ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലേ? സോ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി വരുന്നത് അഡ്ജക്റ്റീവ് ആണ്. നൗൺ നാമമാണ്, നാമത്തെ വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവ് ആണ്. സർവനാമമുണ്ട്, അത് പ്രൊനൗൺ ആണ് അല്ലേ? പ്രൊനൗൺ ആണ്. ദെൻ വേർബ് ക്രിയയാണ്, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് അഡ്വേർബ് ആണ്. അപ്പൊ ക്വിക്ക്ലി എന്ന് പറയുന്നത് അതൊരു നൗൺ ആണോ എന്ന് ചോദിച്ചാൽ നൗൺ ആണ്. പക്ഷെ വെറും നൗൺ അല്ല, അഡ്ജക്റ്റീവ് അല്ല, അഡ്വേർബ് ആണ് കേട്ടോ. അഡ്വേർബ് ആണ്. ക്വിക്ക്ലി എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. അത് എങ്ങനെ മനസ്സിലായി എന്നല്ലേ? ly അവസാനിക്കുന്നതെല്ലാം അഡ്വേർബ് ആണ്. ക്വിക്ക്ലി, സ്പീഡ്ലി, സോഫ്റ്റ്ലി, ഇങ്ങനെ ly അവസാനിക്കുന്നതെല്ലാം അഡ്വേർബ് ആണെന്ന് പഠിച്ചു വെക്കുക. എല്ലാം എന്ന് പറഞ്ഞാൽ അധികവും കേട്ടോ. ly അവസാനിക്കുന്ന അധികവും ആഡ്വേർബ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. സോ എന്താണ് ആഡ്വേർബ്? ആഡ്വേർബ്സ് നോർമലി ഹെൽപ്പ് പെയിന്റ് എ ഫുൾ ഓഫ് പിക്ചർ ബൈ ഡിസ്ക്രൈബിംഗ് ഹൗ സംതിങ് ഹാപ്പൻസ്. ഒരു പ്രവൃത്തി എങ്ങനെ സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്നതാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയെന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ചോദ്യത്തിന് ഉത്തരമാകാം. ഒരു ആഡ്വേർബ് ഈ പറയുന്ന 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഒരു ആഡ്വേർബ്. ഒന്നെങ്കിൽ വെൻ, എപ്പോൾ സംഭവിച്ചു. ഷീ ഓൾവേസ് അറൈവ്സ് ഏർലി, അവൾ എല്ലായ്പ്പോഴും വൈകിയാണ് വരുന്നത്. അപ്പൊ വരുക എന്ന വേർബിന്റെ വിശേഷണമാണ് ഏർലി. എല്ലായ്പ്പോഴും വൈകിയാണ് വരുന്നത്. ly അവസാനിച്ചിരിക്കുന്നത്, അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. സോ ഏർലി എന്നത് അഡ്വേർബ് ആണ്. ദെൻ എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാനും അഡ്വേർബ് യൂസ് ചെയ്യാറുണ്ട്. ഹി ഡ്രൈവ്സ് കെയർഫുള്ളി, ly അവസാനിക്കുന്നത്. അവൾ വാഹനം ഓടിക്കുന്നു. എങ്ങനെ? വളരെ ശ്രദ്ധയോടെ, കെയർഫുള്ളി. ദെൻ വെയർ, എവിടെ എന്ന് സൂചിപ്പിക്കാനും അഡ്വേർബ് ആണ് വരുന്നത്. ദേ ഗോ എവ്രിവെയർ ടുഗദർ, എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എവ്രിവെയർ എല്ലാ അഡ്വേർബിലും ly ഉണ്ട് എന്നല്ല, ly അവസാനിക്കുന്നതെല്ലാം അഡ്വേർബ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ly അവസാനിക്കാത്ത അഡ്വേർബും വരാറുണ്ട്. അപ്പൊ എവരിവെയർ, എനിവെയർ ഒക്കെ അഡ്വേർബ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ഇൻ വാട്ട് വേ, ഏത് രീതിയിൽ എന്നതിന്റെ ഉത്തരം. ഏത് രീതിയിൽ, അത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും സെയിം മീനിങ്ങിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഷീ ഈറ്റ്സ്, അവൾ ഭക്ഷണം കഴിക്കുന്നു. എങ്ങനെ? സ്ലോലി, വളരെ സാവധാനത്തിൽ. അവിടെയും ly ഉണ്ടാവും. ദെൻ ടു വാട്ട് എക്സ്റ്റെന്റ്, ഏത് പരിധി വരെ. അപ്പൊ ഒരു പ്രവൃത്തിയുടെ അങ്ങ് എക്സ്റ്റെന്റിനെ സൂചിപ്പിക്കാൻ ഇറ്റ് ഈസ് ടെറിബ്ലി ഹോട്ട്, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം?
ആഡ്വേർബിനെ പറയാം. ക്ലിയർ ആയോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിങ്സ്. കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ് എന്നാണ് ചോദ്യം. നെസസറി, നെസസറി വളരെ അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളതെന്നാണ് അതിന്റെ മീനിങ്. കറക്റ്റ് അല്ല കേട്ടോ, ഇൻകറക്റ്റ് ആണ്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ്. നമ്മൾ ഈ കറക്റ്റ് ഇൻകറക്റ്റ് കണ്ടാൽ കറക്റ്റ് അവിടെ എന്ത് ചെയ്യുക, ഒരു വട്ടം ഇട്ട് കൊടുക്കുക. ഇത് ഇൻകറക്റ്റ് ആണ്, തെറ്റായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് തെറ്റ്? അപ്പൊ രണ്ടെണ്ണം എന്തായാലും തെറ്റായിരിക്കും. ഒരു പദത്തിന് ഒറ്റ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് അല്ലേ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് തന്നെയാണ് കറക്റ്റ്. നെസസറി, നെസസറി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. NEC, ഒരു സി മതി, 2 S വേണം. ഒരു സിയും 2 Sഉം വേണം. ഇവിടെ 2 സിയും 2 Sഉം ഉണ്ട്. ഇവിടെ 2 സിയും 1 Sഉം. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഒന്ന് മാത്രമാണ് കറക്റ്റ്. നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പൊ 2 and 3 are correct. സോറി, ഇൻകറക്റ്റ്. 2 and 3 are incorrect. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ. തെറ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ ഉള്ള യൂസേജ് ഏതാണ്? തെറ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ എവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം കേട്ടോ. തെറ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഹി ഈസ് അലർജിക് ടു കാറ്റ്സ്. അവർക്ക് പൂച്ചയോടൊരു അലർജി ഉണ്ട്. അപ്പൊ അലർജിക്ക് വന്നു കഴിഞ്ഞാൽ 2 തന്നെയാണ് കൊടുക്കുന്നത്. അത് കറക്റ്റ് ആണ്, അലർജി. ദെൻ ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയാൻ ഓഫ് ആണ് കേട്ടോ. ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ, ഫോണ്ട് ഓഫ് സിംഗിങ് ദ സോങ്, ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ദ ഫുഡ്. അപ്പോൾ ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഫോണ്ട് വരുന്നത്. ഫോണ്ട് ഓഫ് എന്ന് തന്നെയാണ് പ്രിപ്പോസിഷൻ ആയിട്ട് വരുന്നത്. ദെൻ ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ എന്നുള്ളത് തെറ്റാണ്. ഇൻസിസ്റ്റഡ് ഇൻ എന്നല്ല വരേണ്ടത്, മറിച്ച് ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് വരേണ്ടത് കേട്ടോ. ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് വരേണ്ടത്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ്. ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. ടീച്ചർ നിർബന്ധിച്ചു. എന്തിനെ? കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ്. അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടീച്ചർ നിർബന്ധിച്ചു എന്ന് പറയണം. Then they are excited about the upcoming trip. ഇനി വരാനിരിക്കുന്ന ട്രിപ്പ്. നമ്മൾ സ്കൂൾ കാലം മുതലേ എന്തിനു പറയുന്നു, ഇപ്പോഴും ട്രിപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അല്ലേ, ആകാംക്ഷ. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള എക്സൈറ്റ്മെന്റ് എന്ന് സൂചിപ്പിക്കാൻ എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 എണ്ണം കറക്റ്റ് ആണ്, 1 തെറ്റാണ്. പക്ഷെ എല്ലാ പ്രിപ്പോസിഷനും നോക്കി വെക്കുക. അലർജിക് എന്നതിന് ശേഷം 2 ആണ് വരുന്നത്. ഫോണ്ടിന് ശേഷം ഓഫ് ആണ് വരുന്നത്. എക്സൈറ്റഡിന് ശേഷം എബൌട്ട് ആണ് വരുന്നത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കുക. ദെൻ 4ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാലോ? 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള, ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അപ്പൊ തെറ്റല്ല, ശരിയാണ് നമുക്ക് വേണ്ടത്. She went to the store yesterday. അവൾ ഇന്നലെ സ്റ്റോറിലേക്ക് പോയി. അപ്പൊ ഇന്നലെ പാസ്റ്റ് ആണ്. പാസ്റ്റ് ആകുമ്പോൾ V2 വരണം. ഗോയിന്റെ V2 ആണ് വെന്റ്. അപ്പോൾ 1 കറക്റ്റ് ആണ്. 1 കറക്റ്റ് അല്ലേ? 1 കറക്റ്റ് ആണ്. ഓപ്ഷൻസിൽ നോക്കാം. A 1 and 2 കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ B 2 and 3 നമുക്ക് വെട്ടാം, കാരണം 1 കറക്റ്റ് ആണല്ലോ. സിയും വെട്ടാം, നൺ ഓഫ് ദി അബിയും വെട്ടാം. ഉത്തരം നമുക്ക് ഉറപ്പിച്ച് സന്തോഷിച്ച് നിൽക്കാം എന്ന് കരുതട്ടെ എന്ന് ചില ആളുകൾക്ക് കരുതും. ചില ആളുകൾ അങ്ങനെ കറുപ്പിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷ ആയിരിക്കും. എന്നാൽ 2ാമത്തത് നിങ്ങളൊന്ന് നോക്കിയേ. ഹി വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം ഷീ എഗ്രി എന്ന് പറയും അല്ലേ. എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കവി ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഹി വന്നു കഴിഞ്ഞാൽ ഹി സിംഗുലർ ആണ്. ഹീക്ക് ശേഷം ഒന്നെങ്കിൽ വാക്ക് എന്ന് പറയണം, അല്ലെങ്കിൽ വാക്കഡ് എന്ന് പറയണം. ഈ ഒരു ഗ്രാമർ റൂള് ചിലപ്പോൾ ചോദ്യകർത്താവിന് ബാധകമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു വർഷത്തിൽ ചോദിച്ച ഡിഗ്രി പ്രിലിംസിൽ ചോദ്യത്തിൽ വന്നിരിക്കുന്ന 2 പിഴവുകളും ഈ സെയിം പിഴവുകളാണ് അല്ലെ. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു, ഷീ എഗ്രി എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നത്. അത് തെറ്റാണ്. ഒന്നെങ്കിൽ ഷീ എഗ്രീസ് എന്ന് പറയണം, അല്ലെങ്കിൽ ഷീ എഗ്രീഡ് എന്ന് പറയണം. അത് അങ്ങനെ വന്നില്ല. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ഇവിടെയും സെയിം മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നു. ഹി വാക്ക് എന്ന് പറയണം, അല്ലെങ്കിൽ ഹി വാക്ക്ഡ്. ഇനി ചോദ്യം എന്നുള്ളത് ചോദ്യം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ്.
അപ്പൊ അതനുസരിച്ചുള്ള ഓപ്ഷൻസ് തരണ്ടേ? ഓപ്ഷൻസ് തന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 1 only എന്ന് മാത്രം തന്നിരുന്നുവെങ്കിൽ നമുക്ക് ചോദ്യകർത്താവിനെ പഴിക്കേണ്ട ആവശ്യം വരില്ല, ചോദ്യത്തെ പഴിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഇവിടെ 1 and 2 എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ PSC ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ബാക്കി കൂടി എന്താണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. ഹാവ് വന്നു കഴിഞ്ഞാൽ V3 ആണ് വരേണ്ടത്. ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ V3 ആണ്. ഈറ്റിന്റെ V3 ഈറ്റേൺ ആണ് കേട്ടോ. ഈറ്റിന്റെ V2 എന്നുള്ളത് ഏറ്റവും, ഈറ്റേൺ എന്നുള്ളത് V3 ആണ്. അത് തെറ്റാണ്. ദെൻ വി ഗോയിങ് എന്ന് വരില്ല, വി ആർ ഗോയിങ് എന്ന് വരണം, അല്ലെങ്കിൽ വി വെയർ ഗോയിങ് എന്ന് വരണം, അല്ലെങ്കിൽ വിൽ ബി ഗോയിങ്, ഏതെങ്കിലും ഒന്ന് വരണം. ഇവിടെ ടുമോറോ എന്ന് പറയുന്നുണ്ട്, നാളത്തെ കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് അല്ല, ഫ്യൂച്ചർ ആണ്. വിൽ ബി എന്ന് കൊടുക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ദെൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന ടോപ്പിക്കിലെ ചോദ്യമാണ്, അഥവാ കോൺകേർഡിലെ ചോദ്യമാണ്. ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ഉത്തരം വരുന്നുണ്ട് അല്ലേ? സാരമില്ല. സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന ഭാഗത്തെ ചോദ്യമാണ്. ഓപ്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എല്ലാം സെയിം ആണ്. നിങ്ങൾ ചോദ്യ പേപ്പറിൽ ഓപ്ഷൻസിൽ സെയിം ആയിട്ടുള്ള സാധനം കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ചേക്കണം. വരയ്ക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ ഓപ്ഷൻ ഡി ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ സ്റ്റുഡൻറ് മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് ഇല്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈച്ച് ഓഫ് വെച്ചാണ് വരയ്ക്കേണ്ടത്. ഈച്ച് ഓഫ് വെച്ചാണ് സത്യത്തിൽ വരയ്ക്കേണ്ടിയിരുന്നത്. സോ ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഈച്ച് ഓഫ് എന്ന് പറയുന്നത് അതൊരു പ്രോനൗൺ ആണ്. ഈച്ച് ഓഫ് ഒരു പ്രോനൗൺ ആണ്. അത് എത്ര പേർക്ക് അറിയാം? ഈച്ച് ഓഫ് ഒരു പ്രോനൗൺ ആണ് എന്ന് എത്ര പേർക്ക് അറിയാം? കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈച്ച് ഓഫ് ജസ്റ്റ് എഴുതി നോക്കാം. ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ ഈച്ച് ഓഫിന് ശേഷം നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള ഒരു നൗൺ കാണും. എവിടെ ഈച്ച് ഓഫ് ഉണ്ടോ അവിടെ എല്ലാം ഒരു പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ഉണ്ടാകും കേട്ടോ. പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ഉണ്ടാകും. അപ്പൊ ഈച്ച് ഓഫ് കഴിഞ്ഞാൽ ഒരു പ്ലൂറൽ നൗൺ ഉണ്ടാകണം. ഇവിടെ മാത്രമാണ് പ്ലൂറൽ ഇല്ലാത്ത, ബഹുവചനം ഇല്ലാത്തത്. ബാക്കിയെല്ലാം സ്റ്റുഡൻസ്, എല്ലാത്തിലും സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഡി നമുക്ക് കളയാം. ഈച്ച് ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ഉണ്ടാകും. പിന്നെ വരുന്നത് സിംഗുലർ വേർബ് ആയിരിക്കും. അപ്പൊ ഈച്ച് ഓഫ് കഴിഞ്ഞ ഉടനെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള നൗൺ വരും. അതിനുശേഷം സിംഗുലർ ആയിട്ടുള്ള ഒരു വേർബ് വരും. സോ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് പ്ലൂറൽ ആണ്. സോ നമുക്കത് രണ്ടും കളയാം. പിന്നെ ഇവിടെ ഒരു ദയറൊക്കെ വെറുതെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ കയറി കൊത്തുമോ എന്നറിയാൻ വേണ്ടി അവിടെ കയറി കൊത്തേണ്ട ആവശ്യമില്ല. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, അത് മൊത്തത്തിൽ പറയുന്ന സമയത്ത് സ്റ്റുഡൻസിൽ നിന്നുള്ള എല്ലാ ഓരോ ആളുകളും, ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ആ പ്രൊനൗൺ ഒരു ഗ്രൂപ്പിലെ എല്ലാ ആളുകളിലേക്കും ബാധകമാണ്. അപ്പൊ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഈച്ചിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. എല്ലാ ഗ്രൂപ്പിലെ എല്ലാ ഓരോ ആളുകളും, ആ ഗ്രൂപ്പിലെ എല്ലാ ഓരോ ആളുകളും എന്ന രീതിയിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ വേർബിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ വേർബിനെ നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കും എങ്കിലും പിന്നീട് അതിലേക്ക് മടങ്ങുന്ന ഒരു പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അഥവാ ദെയർ ഓൺ എന്നാ പറയാ, ഹിസ് ഓൺ എന്ന് പറയരുത്. ഈച്ച് ഓഫ് സ്റ്റുഡൻസ് ദെയർ ഓൺ എന്നേ പറയാവൂ. ഹിസ് എന്ന് പറയാൻ സ്റ്റുഡൻസിന്റെ ജെൻഡർ ഏതാന്ന് ഇവിടെ റിവീൽ ആയിട്ടുണ്ടോ? റിവീൽ ആയിട്ടില്ല. അപ്പൊ ദെയർ ഓൺ എന്നേ പറയാം കേട്ടോ. ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ ശേഷം സിംഗുലർ ആയിട്ടുള്ള നൗൺ കൊടുക്കരുത്, പ്ലൂറൽ ആയിട്ടുള്ള നൗണേ കൊടുക്കാവൂ. ശേഷം സിംഗുലർ വേർബ് കൊടുക്കണം. അതിനുശേഷം എവിടെയെങ്കിലും പ്രൊനൗൺ വരുന്നു എങ്കിൽ, ഈച്ചിലേക്ക് സൂചന നൽകുന്ന പ്രൊനൗൺ വരുന്നു എങ്കിൽ അതിനെ എന്ത് കൊടുക്കുക? സിംഗുലർ ആക്കാതെ പ്ലൂറൽ ആക്കി കൊടുക്കുക. സോ ചില ആളുകൾ ഇങ്ങനെ കേട്ടിങ്ങനെ കുഴയുന്നുണ്ടാവും. അങ്ങനെ കുഴയുന്നവരോട് ഞാൻ പറയുകയാണ്, ഈച്ച് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും. ഈച്ച് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. പഠിച്ചു വെക്കുക. ഈച്ച് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും. ഈച്ച് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന
വേർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈച്ച് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നൗൺ ആണെങ്കിൽ സിംഗുലറും നൗൺ ആണെങ്കിൽ പ്ലൂറലോ വേർബ് ആണെങ്കിൽ സിംഗുലറും ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചാൽ ഒരു പ്രശ്നവും അവിടെ വരില്ല. സോ നമുക്ക് നോക്കാം. ദ സബ്ജക്ട് ഈച്ച് ഈസ് സിംഗുലർ. ഈച്ച് എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആണ്. സോ ദ വേർബ് മസ്റ്റ് ഓൾസോ ബി സിംഗുലർ. വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഷീ, ഹി, ഇറ്റില് എന്തുപയോഗിക്കുന്നത് പോലെ ഹാസ് ഉപയോഗിക്കുന്നത് പോലെ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ്സ് ഓൺ ടൈം. കണ്ടില്ലേ, ഈ ഒരു പ്രയോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ഓഫിന് ശേഷം വരുന്ന നൗൺ, ദ സ്റ്റുഡന്റ് എന്ന നൗൺ, അതിനെ സൂചിപ്പിക്കുന്ന നൗൺ പ്ലൂറൽ ആക്കണം. പിന്നീട് അതിലേക്ക് സൂചന നൽകുന്ന പ്രൊനൗണും വരുന്നുണ്ട്, അതിനെയും പ്ലൂറൽ ആക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേർബ് അല്ലെങ്കിൽ ഓക്സിലറിയെ മാത്രമേ സിംഗുലർ ആക്കാൻ പാടുള്ളൂ. പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ്. കൃത്യമായിട്ട് പാസീവ് വോയിസ് ആയിട്ട് വന്ന എത്ര സെന്റൻസ് ഉണ്ട് എന്ന് ചോദ്യകർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിന് ഉത്തരം അറിയാത്ത ആളുകൾ നമ്മളോട് ചോദിക്കാൻ പാടില്ല എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ PSC എക്സാം ആയതുകൊണ്ട് നമുക്ക് ചോദ്യ പേപ്പറിനോട് അത് പറയേ കാര്യമുള്ളൂ. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. ഒരു കാര്യം, ഒരു സെന്റൻസ് പാസീവ് വോയിസ് ആകണമെങ്കിൽ ഉള്ള റൂൾസ് ഞാൻ പറഞ്ഞുതരാം. അത് വെച്ച് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒരു സെന്റൻസ് പാസീവ് വോയിസ് ആകണമെങ്കിൽ അവസാനം ബൈ ഏജന്റ് ഉണ്ടാകണം. നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരന്റെ സിനിമയിൽ അവസാനം ഏജന്റ് വരും അല്ലെ? എല്ലാ സിനിമകളിലും അവസാനം ഏജന്റ് വരും. അതേപോലെ പാസീവ് വോയിസിൽ എല്ലാ സ്ഥലങ്ങളിലും അവസാനം ബൈ ഏജന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഒരു സെന്റൻസിന്റെ അവസാനം ബൈ ഏജന്റ് കണ്ടാൽ അത് പാസീവ് വോയിസ് ആണ്. പക്ഷെ അവിടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം ബൈ ഏജന്റ് ഇല്ലാത്ത പാസീവ് വോയിസും ഉണ്ടാകും. നമുക്ക് നേരെ ഓപ്ഷൻസിലേക്ക് വരാം. ഒരു സെന്റൻസിലും ബൈ ഏജന്റ് ഇല്ല. ഇപ്പൊ ബൈ ഏജന്റ് ഇല്ല എന്നതുകൊണ്ട് ഒന്നും പാസീവ് വോയിസ് അല്ല നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എവിടെയെങ്കിലും ബൈ ഏജന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പാസീവ് വോയിസ് ആയേനെ. ഇനി രണ്ടാമത്തെ നിബന്ധന, അവിടുത്തെ മെയിൻ വേർബ്, ഇത് ഞാൻ പറയുന്ന ഒരു നിബന്ധനയാണ് കേട്ടോ, ഇത് ഗ്രാമർ പുസ്തകങ്ങളിലൊന്നും ചിലപ്പോൾ കാണില്ല. രണ്ടാമത്തെ നിബന്ധന വേർബ് 3 ആയിരിക്കണം. നോക്കിക്കോളൂ, വേർബ് 3 ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ബേക്കിംഗ് വേർബ് 3 ആണോ? അല്ല, കളയാം. ഈസ് ബേക്കിംഗ് വേർബ് 3 ആണോ? അല്ല, കളയാം. ദ ബേക്കർ ഹാസ് ബേക്ക്ഡ്. ബേക്ക്ഡ് ബേക്കൺ ആണോ ബേക്ക്ഡ് ആണോ? സംശയം ഉണ്ടോ? സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ദെൻ ദ കേക്ക് വിൽ ബേക്ക്, V1 അല്ലേ? 3 കളഞ്ഞു. നമുക്ക് സിയും കളയാമായിരുന്നു, പക്ഷെ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുന്നു. ഇനി ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. കാരണം ഒന്നിലും V3 വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാസീവ് വോയിസ് തിരിച്ചറിയേണ്ട മാർഗം, ഒന്ന് അവസാനം ബൈ ഏജന്റ് ഉണ്ടാകും, പക്ഷെ അത് നിർബന്ധമല്ല. രണ്ടാമത്തത് മെയിൻ വേർബ് V3 ആയിരിക്കും. മൂന്നാമത്തത് എന്താ? മെയിൻ വേർബിന് മുന്നിൽ ഓക്സിലറി ഉണ്ടായിരിക്കണം. മാത്രമല്ല ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തി അഥവാ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് തുടക്കത്തിൽ വരണം. അഥവാ ഈ ബേക്ക് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് അല്ലെ? പാചകം ചെയ്യുക, ബേക്ക് ചെയ്യുക. ഈ പ്രവൃത്തി ചെയ്ത ആളാണ് സബ്ജക്റ്റ് തുടക്കത്തിൽ വന്നാൽ അത് ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് വോയിസ് അല്ല കേട്ടോ. സബ്ജക്റ്റ് തുടക്കത്തിൽ വന്നാൽ അത് ആക്റ്റീവ് വോയിസ് ആണ്, എന്തല്ല? പാസീവ് വോയിസ് അല്ല. സോ നമുക്ക് നോക്കാം. ബേക്ക് ചെയ്തത് ബേക്കറാണ്. അപ്പൊ ഇത് ആക്റ്റീവ് വോയിസ് അല്ല, പാസീവ് വോയിസ് ആണ്. അപ്പൊ മൂന്നാമത്തത് സബ്ജക്റ്റ് ആണോ തുടക്കത്തിൽ വന്നത് എന്ന് ചെക്ക് ചെയ്യുക. ചില ആളുകൾക്ക് തോന്നും ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസില് ഒബ്ജക്റ്റ് ആവും, മറ്റത് തിരിച്ചാവും എന്നല്ല പഠിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എങ്ങനെയാ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നു എന്നാണ്. അല്ലാതെ എങ്ങനെ അല്ല, സബ്ജക്റ്റ് ആയി മാറുന്നു എന്നല്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? വേണമെങ്കിൽ ഞാനതൊന്ന് സ്പെസിഫൈ ചെയ്തു വരാം. He cleaned room. അവൻ മുറി വൃത്തിയാക്കി, റൂം വൃത്തിയാക്കി എന്നുള്ളതാണ്.
അപ്പൊ ഇതിനെ പാസീവൈസ് ആക്കുമ്പോൾ ഞാൻ ഫോർമാറ്റ് ഒന്നും പറയുന്നില്ല, അതിന്റെ ഒരു മീനിങ് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രം പറയാണ്. റൂം വാസ് ക്ലീൻഡ് ബൈ ഹിം എന്ന് വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടത്തെ ഒബ്ജക്റ്റ് ആണ് റൂം, സബ്ജക്റ്റ് ഹി ആണ്. മുറി വൃത്തിയാക്കിയത് ആരാ? ഹി, സബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് ക്ലീനിങ് എന്ന പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ട്. ക്ലീനിങ് എന്ന പ്രവൃത്തി ചെയ്ത ആളാണ് സബ്ജക്റ്റ്. ആ പ്രവൃത്തി ചെയ്തത് റൂമാണോ? റൂം അല്ല. ക്ലീനിങ് എന്ന പ്രവൃത്തി ചെയ്തത് ഉറപ്പായിട്ടും റൂം അല്ല. പക്ഷെ ആ ഒരു പ്രവൃത്തി എഫക്ട് ചെയ്തത് റൂമിനെയാണ്, അല്ലെ? ആ ഒരു പ്രവൃത്തി സംഭവിച്ചത് റൂമിലാണ്. പക്ഷെ റൂമിനെ നമ്മളിവിടെ തുടക്കത്തിൽ കൊണ്ടുവന്നു, അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അഥവാ തുടക്കം എന്നത് സബ്ജക്റ്റിന്റെ സ്ഥാനമാണ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നു എന്നേ ഉള്ളൂ. അത് സബ്ജക്റ്റ് ആയി തീരുന്നില്ല എന്ന് മനസ്സിലാക്കുക. കേട്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ അതൊരു ടാസ്ക് ആണ്. കാരണം നമ്മളെല്ലാവരും നന്നായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. സോഷ്യൽ മീഡിയയിലെ പ്രത്യേകത, നമ്മൾ എന്ത് ചെയ്യും? വേണ്ടാത്തടത്തും വേണ്ട സ്ഥലങ്ങളിലും ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കും, അല്ലേ? നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സ് എന്നൊക്കെ എഴുതുമ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ എഴുതും, ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കും. ഹലോ ചുരുക്കി നമ്മൾ ഹായ് ആക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഹായ് എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്, അല്ല? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഗൈസ് എന്ന് എഴുതണമെങ്കിൽ ഗൈസ്, അല്ലേ? ഇസഡ് ആണ്. കൺഗ്രാറ്റ്സ് ഇസഡ് ആണ് കേട്ടോ. കൺഗ്രാറ്റ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി പോവും, അല്ലേ? ഇങ്ങനെയൊക്കെ എഴുതി പോവും. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നിലവിലെ ജനറേഷൻ ഒരു ടാസ്ക് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചു നോക്കുക. ഐ എന്തായാലും ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. നമുക്ക് ആ ഒരു ചിന്തയിൽ വെച്ച് തന്നെ എല്ലാം നോക്കാം. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇത് ഐ സ്മോൾ ലെറ്റർ ആയി പോയി, എ വെട്ടുന്നു, നിർദാക്ഷിണ്യം നമ്മൾ വെട്ടിക്കളയുന്നു. ഇവിടെ ക്യാപിറ്റൽ ആണ്, ഹോൾഡ് ചെയ്യാം. ഇവിടെയും ക്യാപിറ്റൽ ആണ്, ഹോൾഡ് ചെയ്യാം. ഡി ക്യാപിറ്റൽ അല്ല, അതും വെട്ടി. പിന്നെ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു എ ക്യാപിറ്റൽ, തുടക്കത്തിലുള്ളത് ക്യാപിറ്റൽ ആയാൽ പോരെ, പിന്നെ ഇയാൾ എന്തിനാ ക്യാപിറ്റൽ ആയത്? ഒരു വെട്ട് കൊടുക്കുന്നു. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരമായിട്ട് സെലക്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ അടുത്തൊരു ചോദ്യം, വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ചോദ്യകർത്താവിന് ചോദ്യം പിഴച്ചു. നമ്മൾ പറയില്ലേ, ഓപ്പറേഷൻ സക്സസ്, പക്ഷെ പേഷ്യന്റ് മരിച്ചുപോയി, അങ്ങനെ പറയുന്നത് പോലെ വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമൊക്കെ തന്നെയാണ്. പക്ഷെ ചോദ്യകർത്താവിന് ചോദ്യം തെറ്റിപ്പോയി. ഉത്തരത്തിലൊന്നും പിഴവൊന്നുമില്ല, ചോദ്യം തെറ്റിപ്പോയി. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റോണിം. വിപരീത പദമാണ് വരേണ്ടത്. കംഫർട്ടബിൾ എന്നതിന്റെ വിപരീത പദം അത് ഡിസ്കംഫോർട്ടബിൾ അല്ല, ഡിസ്കംഫോർട്ട് അല്ല, അൺകംഫോർട്ടബിൾ ആണ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കംഫർട്ടബിൾ എന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം അൺകംഫോർട്ടബിൾ ആണ്. എന്നാൽ കംഫോർട്ട് എന്നതിന്റെ, കംഫോർട്ട് എന്ന നൗണിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഡിസ്കംഫോർട്ട് ആണ്. ഡിസ്കംഫോർട്ട് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കംഫോർട്ടബിൾ ആ ചോദിച്ചത്, അപ്പോൾ അൺകംഫോർട്ടബിൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പ്രശ്നം വന്ന എന്താണെന്നറിയോ? സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ചേർക്കുന്നതാണ് സഫിക്സ്. ഇപ്പൊ കംഫോർട്ട്, 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 കംഫോർട്ടിന്റെ സഫിക്സ് ആണ് ഏബിൾ. അതിന്റെ പ്രിഫിക്സ് ആണ് അൺ അല്ലെങ്കിൽ ഡിസ് കേട്ടോ. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ചേർക്കുന്നത് പ്രിഫിക്സും ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ചേർക്കുന്നത് പ്രിഫിക്സ്, ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ചേർക്കുന്നത് സഫിക്സ്. അപ്പൊ നമ്മുടെ ചോദ്യകർത്താവ് ഇവിടെ പ്രിഫിക്സ് എന്ന് കൊടുത്തിരുന്നു എങ്കിൽ നമുക്ക് ഉത്തരം ഏത് കൊടുക്കാമായിരുന്നു? അൺകംഫർട്ടബിൾ കൊടുക്കാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അങ്ങനെ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ PSCക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. ദെൻ 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രൈസൽ വെർബ് ഗിവിൻ. ഗിവിൻ എന്ന ഫ്രൈസൽ വെർബ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ എ ആണ് കേട്ടോ.
He gave into his friend's request. He gave into his friend's request എന്നാണ് പറയേണ്ടത് കേട്ടോ. gave in to എന്ന് പറയണം. in to എന്ന് പറയണം. കാരണം കൂടി പറയാം. gave into എന്ന് പറയുന്നത് ഒരു phrasal verb ആണ്. That means to finally agree to something that someone wants after initially refusing. ഒരാൾ ഒരു കാര്യം ആദ്യം നിരസിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ആദ്യം വിസമ്മതിച്ചു, പിന്നെ പറഞ്ഞ് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഗേവ് ഇൻടു എന്നാണ് പറയേണ്ടത് കേട്ടോ. ഗേവ് ഇൻടു എന്നാണ് പറയേണ്ടത്. നമുക്ക് തന്നിരുന്ന ചോദ്യം എങ്ങനെയായിരുന്നു? ഹി ഗേവ് ഇൻടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ആദ്യം ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത് സമ്മതിച്ചില്ല, പിന്നീട് പറഞ്ഞ് അത് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ പറയാൻ ഗേവ് ഇൻടു എന്ന് കൊടുക്കണം. ഓക്കെ അല്ലേ? ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ദെൻ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. ജെറണ്ടിന്റെ കറക്റ്റ് യൂസേജ് എവിടെയാണ് വന്നിട്ടുള്ളത്? അപ്പൊ ആദ്യം നിങ്ങൾക്ക് ജെറണ്ട് എന്താന്ന് മനസ്സിലാക്കണം. ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വേർബ് പ്ലസ് ing ആണ്. ഓപ്ഷൻസിൽ എവിടെയൊക്കെ ജെറണ്ട് ഉണ്ടെന്ന് നോക്കൂ. ഇവിടെ ജെറണ്ട് ഉണ്ടോ? ഇല്ല. ing ഉണ്ടോ? ഇവിടെ ing ഉണ്ടോ? ഹോൾഡ് ചെയ്യാം. ഇവിടെ ing ഉണ്ടോ? ഇല്ല. ഇവിടെ ing ഉണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റി. വളരെ നല്ലൊരു സഹായം നമുക്ക് അവിടെ ചെയ്തു വന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർബിന്റെ അവസാനത്തിൽ ing ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഒരു നൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വേർബിൽ അവസാനം ing ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു നൗൺ ആയിട്ടും യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഷീ എൻജോയ്സ്, അവൾ ആസ്വദിക്കുന്നു. സ്വിമ്മിങ്, നീന്തലിനെ. അപ്പോൾ നീന്തലിനെ എന്നുള്ളത് അവിടെ ഒരു പ്രവൃത്തിയല്ല, അതൊരു നൗൺ ആണ്. എൻജോയ്സ് എന്ന് പറയുന്ന ഒരു വേർബാണ്. ഒരു വേർബിന് ശേഷം തൊട്ടുടനെ ഒരു വേർബ് സാധാരണഗതിയിൽ വരാറില്ല, നൗൺ ആണ് വരാറുള്ളത്. അതുകൊണ്ടാണ് സ്വിം എന്ന വേർബ് യൂസ് ചെയ്യാതെ സ്വിമ്മിങ് എന്ന ജെറണ്ടിലേക്ക് മാറ്റി ഒരു നൗൺ ആയിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മെം സീരീസ് അവസാനിക്കുന്നില്ല. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.